ഇന്നിതാ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ അന്നത്തെ, അതായത് 17ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. പിന്നെ നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വരും എന്നുള്ളത്. സോ ആളിത് അവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളെയും കൂട്ടിയിട്ട് തറവാട്ടിലോട്ടാണ് പോണത് കേട്ടോ. ഇപ്പച്ചി ഇവിടെ ഇല്ല, ഇപ്പച്ചി തന്നെ പുല്ലൂർക്ക് പോയിക്കാണ്. ഇന്ന് നേർച്ച കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതായത് ആണ്ടിൻ്റെ ആ ഒരു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പച്ചി ഉച്ചക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും തന്നെ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം ലേറ്റായിട്ടാണ് കിച്ചണിൽ കയറിയത്. ഒരു 5 മണിക്ക് എങ്ങാണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ സാധാ ചോറുണ്ടല്ലോ അതാണ് സെറ്റാക്കണത്. പിന്നെ കുറച്ച് മോരും കൂടെ കാച്ചിയെടുക്കണുണ്ട് കേട്ടോ. വെറും ചോറും മോര് കറിയും ബീഫ് വരട്ടിയതും അതൊന്ന് വേറെ തന്നെയാണല്ലേ, അതൊരു വേറെ വൈബാണ്. സോ നമ്മൾ ഇന്ന് അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 സംഭവങ്ങൾ മാത്രം നമുക്ക് സെറ്റ് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ പൊരിക്കടികൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഏതായാലും കുറച്ച് ബജി മുളകൊക്കെ ഉണ്ട്. അങ്ങനെ മുളക് ബജി ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഇന്ന് ജ്യൂസിന് ചിക്കു ആണുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കു ജ്യൂസും കൂടെ സെറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ. ചോറും കറിയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ചിക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നിന്ന്. ഇതിപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടാണ് ആക്കണത് കേട്ടോ. കത്തി കൊണ്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് കിട്ടൂല. അല്ല, പിന്നെ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. നമുക്ക് ഏതാണോ നമുക്ക് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യണത് അതുപോലെയൊക്കെ നമ്മൾ ചെയ്യാം. അല്ലാതെ എല്ലാവരും എങ്ങനെ ചെയ്യണത് അതുപോലെ ചെയ്താലൊന്നും ശരിയാവില്ല. ഇതിപ്പം എനിക്ക് ഇങ്ങനെ കത്തി കൊണ്ട് ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയെടുക്കാനാണ് സുഖം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അതാവുമ്പോൾ കുരുവും കിട്ടും, കുരു വേറെ മാറ്റി വെക്കാം. പിന്നെ ഉള്ളത്തെ ആ ഒരു കാമ്പുണ്ടല്ലോ അതും കിട്ടും. ദെൻ അതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറേ കാലമായിപ്പോൾ ചിക്കു ജ്യൂസ് കുടിച്ചിട്ട്. അപ്പോൾ ഒരു ഭയങ്കര സുഖം, അതായത് ചിക്കു ജ്യൂസ് കുടിച്ച ടൈമിലൊരു പ്രത്യേക ഫീലായിരുന്നേ. ദെൻ കുറച്ച് വാട്ടർമെലൺ ജ്യൂസും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫോർ മൈ ഹസ്ബൻഡ്. ഞങ്ങൾക്ക് ആർക്കും വേണ്ട. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ, വളരെ കുറച്ച് മാത്രം. അപ്പോൾ അതിനുള്ള വാട്ടർമെലനൊക്കെ ഇപ്പോൾ ചെയ്ത് അവിടെ കട്ട് ചെയ്ത് തന്ന് ഞാൻ അതും കൂടെ അങ്ങോട്ട് അടിച്ച് സെറ്റാക്കിയെടുത്ത് ഇപ്പോൾ നമ്മുടെ 2 ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചിക്കു ജ്യൂസും പിന്നെ ഒന്ന് വാട്ടർമെലൺ ജ്യൂസും. കഴിഞ്ഞ ദിവസം ഈ ഡ്രസ്സ് എടുക്കാൻ പോലെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റായിട്ടാണ് അപ്ലോഡ് ആക്കിയത്. സാധാരണ 8:45 നമ്മൾ കറക്റ്റ് ടൈം വരല്ലേ. ഇന്നലെ ഇപ്പോൾ ഞാൻ മൊത്തത്തിലൊരു 11 മണിക്ക് എങ്ങാണ്ടായിട്ടുണ്ട് തോന്നുന്നു അപ്ലോഡ് ആക്കിയപ്പോൾ. സോറി ഫോർ ദാറ്റ്. നമുക്ക് എപ്പോഴും ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ലല്ലോ. എനിവേ നമ്മുടെ 2 പൊതികളും ഇവിടെ എത്തിയ സ്ഥിതിക്ക് അതൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റണുണ്ട് കേട്ടോ. അത് മുഴുവൻ നമ്മൾ എടുക്കണില്ല, തൽക്കാലം ഒരു പൊതിയെ നമ്മൾ പൊട്ടിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ അത്താഴത്തിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി എടുക്കണം. നല്ല നെയ്യാണ്. നല്ല നെയ്യ് വെച്ചാൽ ഭയങ്കര നെയ്യാണ്. ഈ ഒരു സാധനം ഒരുപാട് ഇഷ്ടമുള്ളവർ, അതായത് ചിലവർക്ക് ഇത് ഭയങ്കര ജീവനീക്കാരം അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നെപ്പോലെ ഇത് കണ്ടെടുത്താൽ കണ്ടുകൂടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കിതിനോട് അത്ര വലിയ ഇഷ്ടമില്ല. അതായത് ഈ പള്ളിക്കത്തെ ബീഫ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനോടെന്തോ അത്ര വലിയ ലൈക്കില്ലാത്ത ആളാണ് ഞാൻ. ദെൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബജിമുളക് ഇവിടെ ഇരിപ്പുണ്ട് എന്ന്. സോ അത് വെച്ചിട്ട് നമ്മുടെ മുളക് ബജി. ഈ ബജി മുളക് കൊണ്ട് മുളക് ബജി അല്ലാതെ വേറെ എന്താ ഉണ്ടാക്കല്ലേ? വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. എൻ്റെ അറിവിൽ ഇത് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമോ അറിയില്ല. അങ്ങനെ നമ്മൾ മുളക് ബജിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആ ഒരു മാവിലോട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നേ. അങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മാവാണ്. ചടപടയെന്നും പറഞ്ഞുണ്ടാക്കിയതുകൊണ്ട് ഇത് 100% ഫ്ലോപ്പ് ആവും തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. ബട്ട് അങ്ങനെയൊന്നല്ല, സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മാവ് അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. കാരണം നമ്മൾ ഈ സാധനമൊന്നും ഇവിടെ ഉണ്ടാക്കലില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം യൂട്യൂബ് ചെക്ക് ചെയ്ത് നോക്കി. ഏതോ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരെന്ന്. അങ്ങനെ കടലപ്പൊടിക്കകത്ത് സാമ്പാർ പൊടി, മുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിതാ മാവൊക്കെ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. മുളക് ബജിയും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിതാ നോമ്പൊക്കെ തുറന്ന് എല്ലാവരെക്കാളും അർജൻറ്റ് ഐബുകുട്ടനാണ് കേട്ടോ നോമ്പൊറക്കായിട്ട്. ഓനിതൊക്കെ കാണുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി അതുതന്നെയാണ്. നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
എനിക്കും നിഷുവിനും എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയിൻ്റെത്. ബട്ട് കോൾ അടിച്ചത് നിഷുവിനാണ്. അല്ല, അത് അങ്ങനെ തന്നെ ആവണമല്ലോ, നമുക്കും തന്നെ അതല്ല സന്തോഷം. നമ്മുടെ മക്കൾക്ക് കിട്ടുക, അവരുടെ മനസ്സ് നിറയാന്ന് പറയുമ്പോൾ അതിനേക്കാളകം നമുക്ക് വേറെ എന്താ വേണ്ടത് അല്ലേ. കസവ് കേന്ദ്രേക്കൊന്നും നമ്മൾ അടുത്തിട്ടേ ഇല്ല, അവിടെയൊക്കെ മുടിഞ്ഞ തിരക്കാണ്. ഇതിപ്പോൾ നമ്മുടെ കച്ചേരി പടിക്കൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു മാളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കുകയാണ് എന്താ ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ബട്ട് കിട്ടിയിട്ടില്ല, അവിടെയും കുറേ നേരം തിരഞ്ഞു നോക്കി, നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ ചമയം അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ച്, കഴിഞ്ഞ പെരുന്നാൾക്ക് എങ്ങാണ്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടത്. അപ്പം അങ്ങോട്ട് പോവാന്നുള്ള തിരക്കിലാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് കണ്ടത്. ഇത് മഞ്ചേരി നാസിയാണ് കേട്ടോ. ഏതായാലും ഇതിൻ്റെ മുന്നിൽ കൂടെ അല്ലേ വരുന്നത്, എന്നാൽ ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നിഷുവിന് ഏതായാലും ഇവിടെ നിന്ന് തന്നെയായിരുന്നു കിട്ടിയിട്ടത്. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെയായിരുന്നു ആളെടുത്തത് കേട്ടോ. ഹനാൻ ഷാൻ്റെ പാൻറ്റാണ്, ഷർട്ടാണ്, നിഹാൽ ഖാൻ്റെ പാൻറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടിയൊക്കെ അറിയാത്തവന്മാരില്ല. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു, പില്ലോ കവർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. മാറ്റൊക്കെ വാങ്ങിക്കണം, അതൊക്കെ നോക്കി. ഇവിടുന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഡ്രസ്സ്. ഞാൻ ഏതായാലും തിരിച്ചു പോന്നു, ഇനി എങ്ങാണ്ട് ഓൺലൈൻ വഴി നോക്കാമെന്ന് വിചാരിച്ച്. ദെൻ പോരണ വഴിക്കൽ നമ്മൾ കുലുക്കി സർബത്ത് ഉണ്ടല്ലോ, അത് കഴിക്കാൻ വേണ്ടി കയറി. എൻ്റെ പൊന്നോ, ഇവിടെ തറാവീന് പള്ളിക്കൽ ഉള്ളതിനേക്കാളും തിരക്കേക്കാരം ഇവിടെ ഈ ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുക. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.